നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളിൽ നിന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും അവരിൽ ഇപ്പോൾ കറൻറ്റ്ലി നടക്കുന്ന മാറ്റം എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ്സ് കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യം പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണണം. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് തീർച്ചയായിട്ടും റീഡിങ്സിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ മാറ്റം വരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങളിൽ നിന്നും അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർക്കൊരു സ്റ്റക്നെസ് ആണ്. അവരൊരു കംഫോർട്ട് സോണിലാണ് നിൽക്കുന്നത്. അവർക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെയാണ് പുറമേ ഉള്ളവരുടെ ഒരു എനർജി കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവർ വല്ലാതെ ഒരു ഡിപ്രഷൻ എനർജിയിലാണ് നിൽക്കുന്നത്. വളരെയധികം ഓവർ തിങ്കിങ് ഉണ്ട്. അവരിലും വല്ലാത്തൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവർ വളരെയധികം കോൺഫിഡൻസോട് കൂടി ആയിരിക്കാം നിങ്ങളുമായിട്ടുള്ളൊരു എനർജിയിൽ നിന്നും ജസ്റ്റ് ഒന്ന് മൂവ് ഓൺ ചെയ്തത്. അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടൊരു കണക്ഷൻസ് ഇല്ലെങ്കിലും അവരെ സംബന്ധിച്ച് അവർ മുന്നോട്ടേക്ക് പോകുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒരു സക്സസ് എനർജിയിൽ നിൽക്കുന്ന, ഒരു ലോങ് ടൈം സക്സസ്സിൽ നിൽക്കുന്ന, വളരെയധികം ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ള ഒരു ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് എനർജിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്ന ചില ഇടപാടുകൾ, അതായത് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മേഖലയിലോ ഉള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് ഇതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വ്യക്തികളാണ്. മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്പിംഗ് എനർജിയിൽ ഒരു വിജയിച്ച് നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ. ഒരു സക്സസ് എനർജിയാണ് ഇവരിൽ നമുക്ക് കാണുന്നത്. വളരെയധികം ഒരു സെൽഫ് ഡിസിപ്ലിനൊക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. മാത്രവുമല്ല ഒരു കൺട്രോളിങ്ങും അതുപോലെ തന്നെ കാര്യങ്ങളെ മാനേജ് ചെയ്യാനുള്ള പവറും ഒക്കെ ആ ഒരു പേഴ്സണുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പം ഒരു കംഫർട്ട് സോണിലാണ്. അവർക്ക് തട്ടുകേടുകളൊന്നുമില്ല, പ്രോബ്ലംസുകളൊന്നുമില്ല. അവർ വളരെയധികം സേഫാണെങ്കിലും അവർ വല്ലാതെ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വല്ലാത്ത കുറ്റബോധം എനർജി, കൂടാതെ തന്നെ ഒരു അവരോട് തന്നെ അവരുടെ മനസ്സാക്ഷി ചോദ്യം ചെയ്യുന്ന പോലെ എപ്പോഴും ഒരു ബ്ലൈൻഡ് എനർജി ഫീൽ ചെയ്യുന്നു. അവർക്ക് ഇടയ്ക്കൊക്കെ അവരൊന്ന് സ്റ്റക്കായി പോകുന്നു എന്നുള്ളൊരു ഫീലിങ്സ് അവരെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എന്തായിരിക്കും, നിങ്ങൾക്ക് അവരോടുള്ള ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, നിങ്ങൾ എന്തായിരിക്കും ആ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് അവരെ വല്ലാതെ സ്റ്റക്കാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിക്കുന്നു, നിങ്ങൾ അവരെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു, മറ്റാരോടേക്കോ നിങ്ങൾ അവരെക്കുറിച്ച് ചോദിച്ചറിയുന്നു എന്നുള്ളതൊക്കെ അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം അവരെ സംബന്ധിച്ച് അവർക്കൊരു ഒരു ഭയം തോന്നിക്കുന്നു, ഒരു അൺഹെൽത്തി ഫീലിങ്സ് അവരിൽ കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഫ്യൂച്ചർ എന്നതിനെക്കുറിച്ച് അവർക്കൊരു ക്ലാരിറ്റി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ മൈൻഡിലുള്ള അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ടെൻഷൻ, ആ ഒരു ഇംബാലൻസിങ് എനർജിയിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നുള്ളത് അവർ മനസ്സിലാക്കി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അവരെ സംബന്ധിച്ച് പറഞ്ഞില്ല, അവർക്ക് എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത്, നിങ്ങളുമായിട്ടുള്ള എനർജിയിൽ അവർക്കൊരു സ്ട്രോങ് ആയിട്ട് ഒന്നും തന്നെ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ മറ്റാരുടെയൊക്കെ പ്രസൻസും കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. നിങ്ങൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതും അവർക്കൊരു ഭയം തോന്നിക്കുന്നുണ്ട്. ഒരു പക്ഷേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം. അതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളൊരു ഭയവും അവരുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവർക്കിടെ ആ ഒരു ഇംബാലൻസിങ് എനർജി, ഒരു പക്ഷേ അവർക്ക് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നിന്നും അവരെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പം നിങ്ങളുടെ ഒരു മെൻ്റൽ സപ്പോർട്ട്, ഒരു ഹെൽത്തി സപ്പോർട്ട് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ അവർക്കിടെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു ഭയമെന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള ഇപ്പോഴത്തെ ഒരു ഗ്യാപ്പ്, അതായത് നിങ്ങളൊരു പക്ഷേ അവരെ കോണ്ടാക്റ്റ് ചെയ്യാനോ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷന് നിൽക്കാനോ തയ്യാറാവാതെ നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളിലേക്ക് ഉൾവലിഞ്ഞ് നിങ്ങളുടെ ജീവിത വിജയം, നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത്, ഏത് മാർഗത്തിലൂടെ പോകണം എന്നുള്ള നിങ്ങളുടെ ഒരു സോൾ സെർച്ചിങ് എനർജിയിലാണ് നിങ്ങൾ കറൻറ്റ്ലി നിൽക്കുന്നത്
പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിനനുസരിച്ച് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ഫീലിങ്സ് അവരെ വല്ലാതെ ഒരു ഇംബാലൻസിങ് വരുത്തുന്നുണ്ട്. കൂടാതെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസ് കൺഫ്യൂഷൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്കൊരു കപ്പ് ഓഫ് ലവുമായിട്ട് വന്നാൽ നിങ്ങൾ ആ ഒരു വ്യക്തിനെ റിജക്റ്റ് ചെയ്യുമോ, നിങ്ങൾ ആ ഒരു ബന്ധത്തിനെ അവോയ്ഡ് ചെയ്യുമോ, ആ ഒരു വ്യക്തിയുടെ നേരെ നിങ്ങൾ നെഗറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനും അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. ശരിക്കും അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് ആ ഒരു പഴയ പോലെ തന്നെയുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട്. നിങ്ങൾ പല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സപ്പോർട്ട് അവരിപ്പോൾ കറൻറ്റ്ലി ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അവർക്ക് നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് ഇമോഷണലി ഒന്ന് നല്ല രീതിയിലാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയവും കുറേ ആളുകളുടെ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് അവർക്കൊരു ഇന്നർ ഗൈഡൻസ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഇന്നർ ഗൈഡൻസ് ആണ് അവരെ ഒരു എന്താ പറയുക ഒരു സ്റ്റക്ക് എനർജിയിലേക്ക്, ഒരു സ്തംഭന അവസ്ഥയിലേക്ക് മാറ്റുന്നതായിട്ട് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വന്നത് മറ്റാരുടെയെങ്കിലുമൊക്കെ പ്രസൻസോ മറ്റാരുടെയെങ്കിലുമൊക്കെ വാക്കുകളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു വ്യക്തി കേട്ടതിൻ്റെ ഫലമായിട്ടാണെങ്കിൽ അതിനെ ചൊല്ലി നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അവരെ ഭയപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് മാറുന്നു, നിങ്ങളിൽ മാറ്റം നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഒരു മെൻ്റൽ സ്ട്രോങ് എനർജിയിലേക്ക് മാറുന്നു എന്നതൊക്കെ അവർക്ക് ശരിക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു മാറ്റം, ഒരു ചേഞ്ചിങ്, ഒരു പക്ഷേ എപ്പോഴും നിങ്ങൾ ഇവരെ ഫോക്കസ് ചെയ്തതൊക്കെ ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളൊന്ന് പതുക്കെ ഉൾവലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് അവരെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു എനർജി. അല്ലെങ്കിൽ അവർ വല്ലാതെ ഒരു ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടും ഒരു സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടൊക്കെ നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ഇവരൊരു സക്സസ് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണ് കേട്ടോ. ഇവരെ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഇവർ ഒരു വിജയിച്ച് നിൽക്കുന്ന എല്ലാ മേഖലയിലും ഇവർ ശോഭിച്ച് നിൽക്കുന്ന വ്യക്തികളാണ്. ഇപ്പോഴത്തെ ഇവരുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളിൽ ഇവർക്ക് സംഭവിക്കുന്നുണ്ട്. അതായത് അഭിപ്രായ ഭിന്നതയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അവരുടെ ആ ഒരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസിനൊരു ലോസ് എനർജി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ സക്സസ് ആണ്, ഇവർക്കിനി ഒന്നും വരാനില്ല, ഇവർ പൂർണ്ണതയിൽ എത്തി എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും ഇവരൊന്ന് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ പ്രസൻസ് ഇതിനകത്ത് സെൽഫ് ലവിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു റിലേഷനിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇവരുമായിട്ടുള്ള കണക്ഷൻസ് വിട്ടുപോവുകയോ ചെയ്ത വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇവർക്കതൊരു നിരാശയായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരു ക്യൂരിയോസിറ്റി എനർജിയാണ്. നിങ്ങളവരെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ, മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങളവരെ വാച്ച് ചെയ്യുന്നുണ്ടോ, നിങ്ങളവരിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കുറച്ച് സമയം എടുത്താലും ഒരു ഗുഡ് ന്യൂസിനുള്ള യോഗമുണ്ടോ, ഇതൊക്കെ അവർ വല്ലാതെ ചിന്തിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നിങ്ങളിലേക്ക് അവർ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നുണ്ടോ, അതായത് നിങ്ങളറിയാതെ നിങ്ങളെ അവർ വാച്ചിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ്, അത് മനസ്സുകൊണ്ടാവാം ശരീരം കൊണ്ടാവാം. നിങ്ങൾക്കിടയിലെ ആ ഒരു ലോങ് ഡിസ്റ്റൻസിൽ അവരുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസുകൾ ഒന്നിലധികം ഉണ്ടെങ്കിലും അവർ നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അവർ നിങ്ങളുടെ ഓർമ്മകളെ അവരെപ്പോഴും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിലേക്കൊരു ടെലിപ്പതി മെസ്സേജ് അയക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിൾസും പേജ് ഓഫ് പെൻറ്റിക്കിൾസും ആണ് ഒപ്പം വന്നിരിക്കുന്നത്. അവർ ശരിക്കും ഒരു അൺഹെൽത്തി, അതായത് വല്ലാതെ ഒരു ഇമോഷണൽ ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരെ പോലും സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഇവരുടെ പാസ്റ്റ് എനർജിയിൽ നോക്കുമ്പം നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ സെൽഫ് ലവ് എനർജി ഉള്ള ആളായിരുന്നു. കാരണം ആ വ്യക്തിക്ക് മറ്റാരും ഒരു വേടല്ലായിരുന്നു, ആരെക്കുറിച്ചും അത്ര ബോധേഡാകുന്ന ക്യാരക്ടറുമായിരുന്നില്ല. ഞാൻ എന്നൊരു ഭാവമുള്ള ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന വ്യക്തിയാണ്. ആ ഒരു പേഴ്സണാണ് ഇപ്പം വല്ലാതെ ഒരു സ്റ്റക്കായി നിൽക്കുന്നത്. അതായത് നിങ്ങൾ അവരെ എത്രത്തോളം കണക്റ്റ് ചെയ്ത് നിന്നിരുന്നോ അതിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം ഉൾവലിഞ്ഞോ, നിങ്ങളിലേക്ക് നിങ്ങൾ മാറിയോ, അതനുസരിച്ച് അവരുടെ എനർജിക്ക് പ്രോബ്ലംസ് സംഭവിച്ചിട്ടുണ്ട്. അവരൊരു ഡിസ്റ്റർബ്ഡ് അവസ്ഥയിലാണ് നിൽക്കുന്നത്, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. വല്ലാതെ അവർ ഓരോന്ന് ചിന്തിച്ച് ഓവർ തിങ്കിങ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രഷ്യസ്നെസ്,
നിങ്ങളുടെ ഒരു പൂർണ്ണത തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളോട് തോന്നേണ്ടിയിരുന്ന ആ ഒരു അൺകണ്ടീഷണൽ എനർജി എവിടേക്കോ അവർക്ക് മിസ്സിങ് ആവുന്ന പോലൊരു ഫീലിങ്സ്. ഒരു പക്ഷെ നിങ്ങളെപ്പോലും സ്നേഹിക്കാതെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആയിരുന്നു കാണാം. ഈ ഒരു വ്യക്തിയായിരുന്നു കാണാം നിങ്ങളുടെ ലോകം. അതിനെ വളരെ ശക്തമായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഒരു പ്രസൻസ് ഒന്ന് കുറഞ്ഞപ്പം അവർക്കത് ശക്തമായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യം, അവരുടെ ചിന്തകളെന്ന് പറയുന്നത് നിങ്ങൾ അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കണം. അവർ പ്രതീക്ഷിക്കുകയല്ല, അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാം ക്ലാരിറ്റി വരുത്തി, അതായത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങളുമായിട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുമ്പോഴാണെങ്കിലാണ് നമുക്കിതിനകത്ത് അവർക്ക് വളരെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ എനർജിയെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അതായത് നിങ്ങളെ വിട്ട് കളഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒന്നും നേടാൻ പറ്റില്ല എന്ന ഒരു തിരിച്ചറിവ്, നിങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് അവർക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ഒരു തിരിച്ചറിവ് അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തകർച്ചയിൽ നിന്നും ഒരു മാറ്റം, ഉയർച്ച, അതായത് ഒരു മിറാക്കിൾ, ഒരു മാജിക്ക് സംഭവിച്ചേ പറ്റൂ എന്ന് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ തകർത്ത് കളഞ്ഞ് ഇതിനകത്ത് ഇനി ഒന്നും തന്നെ പൊടി തട്ടിയെടുക്കാനില്ലാത്ത അവസ്ഥയിലേക്കാക്കി കളഞ്ഞ ഒരു സിറ്റുവേഷൻസും കാണുന്നുണ്ട്. അത് നിങ്ങളുടെ സമയത്തിൻ്റെ പ്രശ്നവുമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോ ക്ലാഷ് എനർജിയുടെ പ്രോബ്ലംസും ഉണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ബന്ധത്തിന് വലിയ വാല്യൂ കൊടുക്കാതെ പോയ സിറ്റുവേഷൻസ്, ഇത് വലിയ പ്രാധാന്യമുള്ള ഒന്നല്ലായിരുന്നു എന്ന ഒരു ചിന്തയും ഇതിനകത്ത് ബാധിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഒരു ജീവശവം പോലെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ മുന്നിലുള്ളതൊന്നും, അവർക്കിപ്പോൾ ഉള്ള ബ്ലെസ്സിങ്സുകളെ ഒന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അവരുടെ ആഗ്രഹം ഇപ്പം നമുക്ക് കറൻ്റിലി നോക്കുമ്പം എല്ലാം ഒന്ന് മാറി, ഒരു മാജിക്ക് പോലെ എല്ലാം ഒന്ന് ക്ലാരിറ്റിയിൽ തിരിച്ച് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അല്ല, അതായത് അവരുടെ ആ ഒരു തെറ്റുകളെ, അവർക്ക് സംഭവിച്ച മിസ്റ്റേക്കുകളെ ഒന്ന് ക്ലിയറൻസ് ചെയ്യാമായിരുന്നു എന്നവർ ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ്. കാരണം അവരെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ ഒന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊന്നും അവർക്ക് സ്വീകാര്യമായി അവരുടെ ലൈഫിലേക്ക് വേണമെന്നവർക്ക് തോന്നുന്നില്ലാത്തൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ദ സൺ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്രതീക്ഷയാണ്, എല്ലാം മാറി മറിയും എന്നുള്ളൊരു പ്രതീക്ഷ അവരിലുണ്ട്. വളരെ ഇൻസ്പിറേഷനോട് കൂടി, വളരെ ആഴത്തിലുള്ള ആഗ്രഹത്തോടു കൂടി അവർ വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാം ഈ അനുഭവിക്കുന്ന സ്ട്രഗിളിങ്ങും പെയിനും എല്ലാം മാറി ഇത് ഒരു സ്വതന്ത്രമാകുന്ന ഒരു എനർജിയിലേക്ക് വന്നു ചേരുമെന്നൊക്കെ അവർ വളരെ കോൺഫിഡൻസോടു കൂടി ചിന്തിക്കുകയാണ്. അതായത് നിങ്ങളെ അവരിനി മനസ്സിലാക്കും. നിങ്ങളുടെ അവർക്കും ഇടയിൽ വന്ന ആ ഒരു പ്രോബ്ലംസുകൾ, ആ ഒരു നോ കോണ്ടാക്റ്റിനുള്ള കാരണം, നിങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയ പ്രതിസന്ധികൾ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ അവരിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു ചെല്ലും. അതൊക്കെ ഒരു കർമ്മ പോലെ, അതെല്ലാം ഒരു പാഠം പോലെ കണ്ട് കടന്നു പോകാൻ സാധിക്കും എന്നൊക്കെ തന്നെയാണ് ഇവരുടെ ഉള്ളിലെ വിചാരങ്ങൾ. ഇപ്പം അവരതെല്ലാം ശക്തമായിട്ട് പ്രതീക്ഷിക്കുകയും അത് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇവരുടെ ഏറ്റവും വലിയൊരു പവർ എനർജി നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്, ഇപ്പം ഞാൻ പറയാറില്ലേ, അഫർമേഷൻസ് എഴുതണം. നിങ്ങളുടെ ബന്ധങ്ങളിൽ വരുത്തേണ്ട മാറ്റം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതൂ എന്ന് പറയുന്നത് പോലെ ഇവർ ശരിക്കും നല്ലൊരു മാനിഫെസ്റ്റിംഗ് എനർജി കൊടുക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു റൈറ്റ് ഹീലിങ്ങും ചെയ്യുന്നുണ്ട്. കാരണം അവരിലുള്ള നെഗറ്റീവായ പ്രസൻസുകളെ എല്ലാം അവർ എഴുതി ഹീലാക്കി കളയുന്നുണ്ട്. പ്ലസ് ഇവരൊരു ഇമോഷണൽ അബണ്ടൻസ്,
അവരെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട്. അതുപോലെ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അവരുടെ ലൈഫിൽ അവർ പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേറെയും ഓപ്പർച്യൂണിറ്റീസും മറ്റുള്ളവർ ഇവരെ ഫോക്കസ് ചെയ്ത് ഇവരെ കൺട്രോളിലാക്കാൻ ആഗ്രഹിക്കുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അവരൊരു ബ്ലോക്കിംഗ് എനർജി, അവരിലേക്ക് ആരും കണക്റ്റഡ് ആവാതിരിക്കാനും നെഗറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസും അവർക്ക് നേരിടേണ്ടി വരാതിരിക്കാനും അവരും ചില കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ചെയ്തു വെക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അവരുടെ നെഗറ്റീവ് ചിന്തകളെ, തെറ്റിദ്ധാരണകളെ, അല്ലെങ്കിൽ അവരിലുള്ള ആ ഒരു ആവശ്യമില്ലാത്ത ആ ഒരു എനർജീനെ അവർ പുറന്തള്ളി കളയുന്നുണ്ട്. ഒരു ഇമോഷണൽ അബണ്ടൻസിന് ഒരു ശുദ്ധീകരണം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർ നടത്തുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു ടെലിപ്പതി മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർത്ത് അവർ നിങ്ങളിലേക്ക് അവരുടെ പോസിറ്റീവ് ഊർജത്തെ കണക്റ്റ് ചെയ്ത് വിടുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു പേഴ്സൺ ആണ് കേട്ടോ ഇത്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഫാമിലിക്ക്, പേരൻസിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഇംബാലൻസിങ് എനർജി ഈ വ്യക്തിക്ക് എവിടെയെങ്കിലും ഒരു പതർച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഫാമിലിയെ ബേസ് ചെയ്താണ് ഈ ഒരു വ്യക്തിക്ക് ഒരു ഒരു ഉത്കണ്ഠയാണെങ്കിലും ഒരു കൺഫ്യൂഷൻ ആണെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സ്ട്രോങ് തീരുമാനം എടുക്കാൻ പറ്റാതെ ഒന്ന് പകച്ചു നിന്നതുമെല്ലാം ഫാമിലിയെ ബേസ് ചെയ്താണ്. അപ്പോൾ അവിടെ എല്ലാം ഒരു കൂൾ എനർജിയിലേക്ക് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഫാമിലി എനർജീനെയും നിങ്ങളെയും കണക്റ്റ് ചെയ്താവാം, അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാവാം അനുകൂലമാക്കി എടുക്കുക എന്നൊരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട്. ഇതിനകത്തൊരു ഹാപ്പി ഫാമിലി ചിൽഡ്രൻസ് പ്രസൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു പക്ഷേ സിംഗിൾ എനർജിയിലുള്ളവർ വിവാഹം പോലുള്ള കാര്യമാവാം. അതല്ല നിങ്ങളൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു ഇൻഡിസിഷൻ, ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളിലാണ് ഒരു കൺഫ്യൂഷൻ എങ്കിൽ അത് മാറ്റിയെടുക്കാൻ അവർ പ്രാർത്ഥന പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫിലാണ് ആ ഒരു ഇൻഡിസിഷൻ എനർജി, എന്ത് ചെയ്യണം, മറ്റുള്ള ഒരു ഇമോഷണൽ പ്രോബ്ലംസുകളെ ബേസ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലി എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സെപ്പറേഷനെ നല്ലൊരു ബോണ്ടുള്ള എനർജിയാക്കി, നല്ലൊരു ഹാപ്പി ഫാമിലിയാക്കി എടുക്കുക എന്നുള്ള ഒരു ചിന്തയും അവരിലുണ്ട്. പക്ഷെ നിങ്ങളുടെ റിലേഷനിൽ എവിടേക്കോ അവർക്കൊരു ഇംബാലൻസിങ് എനർജി ഉണ്ട്. അത് നിങ്ങളിലൂടെ മാറ്റിയെടുക്കുക, അതായത് നിങ്ങളുടെ പ്രസൻസിലൂടെ വേണം അത് മാറ്റിയെടുക്കാനെന്നുള്ളതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവരെക്കാൾ കൂടുതൽ പ്രോബ്ലംസിൻ്റെ എനർജി നിങ്ങളിലാണ് കാണുന്നത്. നിങ്ങളിലൂടെ വേണം അവർക്ക് കാര്യങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ. കാരണം അവർ ഓക്കെ ആയി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ റീഡിങ്സിൽ വന്നിരിക്കുന്ന എനർജികൾ. ഒരു പക്ഷേ നിങ്ങൾ കൊടുത്ത സ്നേഹം അതന്ന് അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരിലേക്ക് വരുന്ന മാറ്റം നോക്കിക്കഴിയുമ്പോൾ അവർ വെയിറ്റിങ്ങിലാണ്, സ്റ്റിൽ വെയിറ്റിങ്ങിലാണ്. സിംഗിൾ എനർജിയിലേക്കുള്ളവരെ സംബന്ധിച്ച് മാര്യേജിന് അവരും തയ്യാറാണ്. അവർ ഏത് സമയം വേണമെങ്കിലും ഒരു സമയത്തിൻ്റെ ഒരു മാറ്റം, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചേഞ്ചിങ്, ആ ഒരു ചെറിയൊരു ബ്ലോക്കേജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുള്ളൂ. അവർ കോൺഫിഡൻസ് ആണ്, അവർ ബർഡനൊക്കെ ഞാൻ പറഞ്ഞില്ല, അവരെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അവർ റൈറ്റ് ഹീലിംഗ് പോലുള്ള കാര്യങ്ങളോ മെഡിറ്റേഷൻസോ അതുപോലെ തന്നെ അവരൊരു ഹീലിംഗ് പ്രക്രിയ നടത്തുന്നുണ്ട് അവരുടെ ലൈഫിൽ. അതായത് അവരുടെ ചില തെറ്റുകളെയൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരിൽ നിന്ന് നെഗറ്റീവ് ആകുന്ന, അതായത് ഈഗോ തൊട്ടുള്ള പല പ്രശ്നങ്ങളെ അവർ പൂർണ്ണമായിട്ടും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന്, അവരുടെ ബോഡിയിൽ നിന്ന് അവർ പുറന്തള്ളിക്കളയുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ബർഡനുകൾ, അവരുടെ ചിന്തകളാണെങ്കിലും അവരുടെ ലൈഫിലുള്ള ബർഡനുകളെ എല്ലാം അവർ മാറ്റിവെച്ച് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ മനസ്സെന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളെ ചിന്തിക്കാൻ ശ്രമിച്ചാലാണ് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുവുള്ളൂ. നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമ്മളൊന്ന് ഫോളോ ചെയ്യണം, ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് അവരെ സംബന്ധിച്ച് അവർ കോൺഫിഡൻസ്, സക്സസ്, അവരിലേക്ക് എല്ലാത്തിനെയും കൺട്രോളിലാക്കുക എന്നുള്ള ആ ഒരു എനർജിയിലേക്കാണ് അവർ മാറുന്നത്. തീർച്ചയായിട്ടും ഇവർ മാനിഫെസ്റ്റേഷൻ പോലുള്ള
കാര്യങ്ങൾ കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അവരൊരു ഉറച്ച തീരുമാനത്തിലൂടെ അവർ ഇന്നർ വർക്കുകൾ ചെയ്യുന്ന സിറ്റുവേഷൻസാണ്. അവരുടെ ലോകത്തെ തന്നെ അവർക്ക് മാറ്റിയെടുക്കണം, അവരുടെ ജീവിതത്തെ തന്നെ അവർക്കൊന്ന് കണക്റ്റ് ചെയ്തെടുക്കണം എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഒരു തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജി ഇതിനകത്തുണ്ട് കേട്ടോ. അവിടെയും അവർക്കൊരു ബാലൻസ് വരുത്തണം. അതായത് എന്താണ് വേണ്ടത്, ഏതാണ് ഒഴിവാക്കേണ്ടതെന്നുള്ള ഒരു തീരുമാനത്തിലേക്കും മാറണമെന്നവർ വളരെ വ്യക്തമായിട്ടും ആലോചിക്കുന്നുണ്ട്. ഇപ്പം അവരെ സംബന്ധിച്ചൊരു സെൽഫ് ഇമോഷൻ, അതായത് അവരെ തന്നെ ഒന്ന് സ്നേഹിച്ച് ഉൾവലിഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻസാണ്. കാരണം അവരുടെ റീയൂണിയന് വേണ്ടിയിട്ട്, ഒരു ശക്തമാകുന്ന നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നൊരു എനർജി, എഫോർട്ട് എടുക്കാൻ തയ്യാറാണ് അവരിതിൽ നിന്ന് മാറിപ്പോകാനല്ല, ഈ ബന്ധത്തിൽ എഫോർട്ട് എടുക്കാനാണ് തയ്യാറാവുന്നത്. നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അത് 100% അവർ പ്രാക്ടിക്കലാക്കുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്.